അറിയണമെങ്കിൽ ഇവരെ പോലെ ഒരാളായിട്ട് മാറണം. എന്തായാലും ഇത് വിട്ടുകളയാൻ പറ്റില്ല. സാമുവൽ പ്രൊഡക്ഷൻ കൺട്രോളർ. ഓക്കെ. താനിപ്പോ എവിടാ? ഹലോ, എവിടെ? ഞാൻ നിന്നെ ഇപ്പൊ അങ്ങോട്ട് വിളിക്കാം. ഹലോ ഹലോ സാമുവൽ, ഞാൻ പ്രിയങ്ക. ഓർമ്മയുണ്ടോ എന്നെ? ഓർക്കുന്നുണ്ട് മാഡം. മേഡത്തിന്റെ കോളൊന്നും പിന്നെ കണ്ടില്ലല്ലോ. മേഡം ഫീൽഡ് വിട്ടോ? അതിന് ഞാൻ ശരിക്കും ഫീൽഡിൽ വന്നില്ലല്ലോ സാമുവലെ. വീട്ടിലെ ചുറ്റുപാടൊന്നും ശരിയല്ലായിരുന്നു. എല്ലാം ഒന്ന് ഒതുങ്ങിയപ്പോഴാ ഞാൻ സാമുവലിനെ വീണ്ടും വിളിക്കുന്നത്. പറഞ്ഞോളൂ മാഡം. സാമുവൽ, എനിക്കിപ്പോഴും അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്. അതിപ്പോ മലയാളത്തിൽ തന്നെ വേണമെന്നില്ല. തമിഴിലോ ഹിന്ദിയിലോ കൊള്ളാവുന്നൊരു ക്യാരക്ടർ കിട്ടിയാൽ തുടക്കമായാലും കുഴപ്പമില്ല. സാമുവലിന് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? മേഡത്തിന് അറിയാമല്ലോ, ന്യൂജൻ പിള്ളേർ ഇടിച്ചു കയറ്റോ സിനിമയിലേക്ക്. അതിന്റെ ഇടയിൽ എങ്ങനെ? സാമുവൽ, എനിക്കിപ്പോ പണത്തിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. സാമുവൽ എനിക്കൊരു ചാൻസ് റെഡിയാക്കി തരാണെങ്കിൽ സാമുവലിന് എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ മാഡം. പുതുതായി 1-2 പ്രോജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഞാനൊന്ന് അന്വേഷിച്ചിട്ട് തിരിച്ചു വിളിക്കാം മാഡത്തിന്. കൈകോർത്ത് നിന്നാ സാമുവലിന് ഗുണമുള്ള കാര്യം. സാമുവൽ വിളിക്കേ. നമ്മൾ തമ്മിൽ ആദ്യം കണ്ടപ്പോഴേ ഞാൻ മാഡത്തിനോട് പറഞ്ഞിരുന്നു മാഡത്തിന് ഇൻഡസ്ട്രിയിൽ ഒരു ഫ്യൂച്ചർ ഉണ്ടെന്ന്. ഇതിപ്പോ കുറച്ചുനാൾ മാറി നിന്നിട്ട് മാഡം ഈ ശ്രമം നടത്തുന്നത് എന്നിൽ കൂടെ ആയല്ലോ. നമുക്ക് ശരിയാക്കാം മാഡം. ഓക്കെ, താങ്ക് യു. ഞാനെന്റെ തീരുമാനം മാറ്റി തിരിച്ചു വരിക. ഒരിക്കൽ ഞാനിപ്പം നിങ്ങളെ കാണുന്ന പോലെ എന്നെ കാണാനും ആയിരങ്ങളും ലക്ഷങ്ങളും ഉണ്ടാവും. അതെനിക്ക് വ്രതം എടുത്തൂടെ? ഞാൻ വ്രതം എടുത്താ നന്നാവൂലേ? എന്ത് വ്രതമാ? അതൊരു ഉപവാസത്തിലാ, മരണം വരെ. ആരെ തോൽപ്പിക്കാനാ? എന്നെ തോൽപ്പിക്കാനാ മുത്തശ്ശി. എനിക്ക് ആരെയും തോൽപ്പിക്കാനൊന്നും ആഗ്രഹമില്ല. എന്നാ വാ, നമുക്ക് ഒന്നിച്ച് കഴിക്കാം. എന്നാ ഇയാൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറയണം, അല്ലാതെ ഞാൻ വരില്ല. വാശി കാണിക്കണ്ട, വരാനാ പറഞ്ഞു. മുത്തശ്ശി ഈ കാര്യത്തിൽ എന്നെ നിർബന്ധിക്കൊന്നും വേണ്ട. ഈ ഒരു നേരം മാത്രമല്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ ഈ ഭക്ഷണം കഴിക്കുന്ന പ്രശ്നമേ ഇല്ല. നീ കഴിക്കുന്നില്ലെങ്കിലേ ഞാനും കഴിക്കുന്നില്ല. അതിന് മുത്തശ്ശിക്കുന്ന പ്രശ്നം? എന്റെ പേരക്കുട്ടി വ്രതം എടുത്തിരിക്കുമ്പോ അതിന് കൂട്ടിരിക്കാൻ പാടില്ല എന്ന നിർബന്ധമൊന്നുമില്ലല്ലോ. നോക്ക്, സമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിലേ ശരിയാവില്ല. മരുന്നൊക്കെ ഉള്ളതാ. ആഹാരം വേണ്ടാന്ന് വയ്ക്കാമെങ്കിൽ മരുന്നും വേണ്ടാന്ന് വയ്ക്കാം. എന്റെ പൊന്നു മുത്തശ്ശി, എന്താ നിങ്ങൾ രണ്ടുപേരോട് കാണിക്കുന്നത്? താനെന്തിനാ കാവില് നിൽക്കുന്നത്? പോകോ. ഞാൻ പോകുന്നില്ല. മുത്തശ്ശി ഒന്ന് ഭക്ഷണം കഴിക്കേ. ഇതിന്റെ സ്വന്തം കാര്യ. ഞാൻ നിന്റെ സ്വന്തം അല്ലേ? ചാവുകയാണെങ്കിൽ ഒന്നിച്ച് ചാവാടാ. എന്നാ പിന്നെ എന്താന്ന് വെച്ചാ ചെയ്. നമുക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ലല്ലോ. കണ്ടു നിൽക്കുന്നവർക്ക് സന്തോഷാവൂല്ലോ. മുത്തശ്ശി കേൾക്കുന്നുണ്ടല്ലോ എല്ലാം. എന്നെ ഇങ്ങനെ ദ്രോഹിക്കാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? എല്ലാവർക്കും എല്ലാം കൽപ്പിക്കാൻ അറിയാം. അനുസരിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ആരെ അനുസരിച്ചാലും എന്റെ തലയിൽ ഇടിവെട്ടും. തോൽപ്പിച്ചോ, എന്നെ എല്ലാരും കൂടി അങ്ങ് തോൽപ്പിച്ചോ. എടാ, നിരാഹാരം എന്നൊക്കെ പറഞ്ഞ ചുമ്മാതല്ലേ? അല്ല, ഞാൻ സീരിയസാ. അവൾ നിന്നോട് ഇഷ്ടമാണെന്ന് പറയൂ. ഞാൻ പറയിപ്പിക്കും.
അല്ലാതെ ഇത് ഞാൻ അവസാനിപ്പിക്കുന്ന പ്രശ്നമില്ല. ഇതെന്റെ വാശിയാണ്. ആ എന്താ പ്രിയങ്കി, വരുൺ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നീ കൂട്ടിരിക്കുന്നതാണോ? വരുൺ കഴിക്കാൻ വന്നില്ലേ? ഓ, ഭർത്താവിനോടുള്ള സ്നേഹം നോക്കി. ആ, പറഞ്ഞിട്ട് കാര്യമില്ല. ചിലരുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ടാ വേറെ ചിലർക്കൊക്കെ അവസരങ്ങൾ കിട്ടുന്നത്. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ ഉർവശി? അതിനങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഇല്ല ഏട്ടാ. ചുമ്മാ അങ്ങ് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഒരു കുടുംബത്തിൽ പാലിക്കേണ്ട ഏറ്റവും വലിയ മര്യാദ എന്ന് പറയുന്നത് വാക്കുകൾ അളന്നുപയോഗിക്കുക എന്നുള്ളതാണ്. എന്തു പറയാനും നമുക്ക് എളുപ്പാ, പക്ഷേ ചുറ്റുമിരുന്ന് കേൾക്കുന്നവരുടെ മാനസികാവസ്ഥ കൂടി നമ്മൾ നോക്കണം. വിട്ടുകളയച്ച ചെറിയമ്മ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ പറയുന്നതിലൊരു അർത്ഥം ഉണ്ടാവില്ല എന്നാ പറയാതിരിക്കോ അതുമില്ല. ഓ, പ്രിയങ്കയ്ക്ക് നല്ല വിശപ്പുണ്ടല്ലേ? എന്താന്നറിയില്ല, ഇന്ന് നല്ല വിശപ്പ്. ഭക്ഷണത്തിന് നല്ല സ്വാദ്. അല്ലെങ്കിലും ഭക്ഷണത്തിനോട് വിരോധം കാണിക്കാൻ പാടില്ല എന്നാ എന്റെ പോളിസി. കൺമുന്നിൽ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് അത് ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതാ, അല്ലേ അച്ഛാ?